അറിഞ്ഞില്ലേ നിങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ. ഇതെന്താ ഡൽഹിയാ ബോംബെയാ? അതിജീവിതയെ തിരിച്ചറിയും വിധം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടെന്ന പരാതിയിലാണ് നടപടി. നീയൊക്കെ നിയമം കയ്യിലെടുക്കുമല്ലടാ. ഇടിച്ചതിന്റെ എല്ലായിടത്തും ലജ്ജാവതി പാടികളെയും. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പത്തനംതിട്ട, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സ്ത്രീയെ പേര് പോലും പറയാതെ, ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാതെ ആ പെൺകുട്ടി പറയുന്നത് കളവാണെന്ന് തുറന്നു വിളിച്ച് പറയുന്നതാണോ തെറ്റ്? ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ മേലെ. അതിജീവിത URL കോഡ് അടക്കം നിരത്തിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. BNS 72 ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയതിന്, BNS 79 സ്ത്രീത്വത്തെ അപമാനിക്കൽ, BNS 351 ഭീഷണിപ്പെടുത്തൽ, IT ആക്ട് സെക്ഷൻസ്, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഞാൻ വരാൻ താമസിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം. വീട്ടിലൊന്നും പറയണ്ട. ഇത്തരത്തിൽ അതിജീവിത ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ആക്രമണമാണ്, സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയ വഴി അതിജീവിത നേരിടുന്നത്. എടുത്തു പറയേണ്ടത്, ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകളിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലുമായിട്ട് രാഹുൽ ഈശ്വർ അടക്കം ഉള്ളവർ വന്ന് ഈ അതിജീവിതയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങൾ അടക്കം പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ പുറകെ പേരും ഒന്നും അറിയാത്ത പല URL കോഡുകളിൽ നിന്നും ഐഡികളിൽ നിന്നും അതിജീവിതയ്ക്കെതിരെ പലതരത്തിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് കരുണ കാണിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.